കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ സോഷ്യൽ മീഡിയയുടെ പരിചയക്കുറവിൻ്റെ ഭാഗമായിട്ട് പിടിച്ച എങ്ങനെയാണ് പോയ ക്ലിപ്പ് തന്നെയാണ്. ഇന്ന് ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിച്ച് ആ വോയിസ് ക്ലിപ്പിന് ഇതിലധികം ഭാഗമുണ്ട്. ഇനിയും തുറന്നും അതിൻ്റെ ഇടയിലുള്ള ഭാഗവും എഡിറ്റ് ചെയ്ത് അത് രാഷ്ട്രീയമായി എന്നെയോ എൻ്റെ പ്രസ്ഥാനത്തെയോ എതിർക്കാൻ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ആക്കിയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഹോസ്പിറ്റലിൽ പോയി അതാണ് സംസാരിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ ഭാഗം ആ സംഭാവന ഇരിക്കുന്ന ഭാഗം വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേരുടെ പേരല്ല പറഞ്ഞത്. അവിടുത്തെ കോൺഗ്രസ് നേതാവ് ഇവരെല്ലാവരും അത് രാഷ്ട്രീയമായിട്ടല്ല, അവരെല്ലാവരും കൂടി അടങ്ങുന്ന പൂര കമ്മിറ്റി പോയി പൈസ പിരിച്ചു എന്നാണ് പറഞ്ഞത്. എല്ലാവരും അടങ്ങുന്ന ഉത്സവ കമ്മിറ്റി പൈസ പിരിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാം. അതോടെ മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് പോയിട്ട് പൂര കമ്മിറ്റിക്കാരൊക്കെ കുറച്ച് കൂടുതൽ ഇവരൊക്കെ വലിയ ലാഭം ഉണ്ടാകുന്ന സ്ഥാപനത്തിലേക്ക് 10,000-50,000 ലക്ഷങ്ങൾ വാങ്ങുന്നവരും ഉണ്ട്. അത്ര പിരിവ് നടത്തിയത് അല്ലാതെ വാങ്ങിയവരും ആ മോശം എന്നുള്ളതല്ല തെരഞ്ഞെടുപ്പ് താമസിച്ചത്. പൂര കമ്മിറ്റിക്ക് പൈസ വാങ്ങിയ മോശമായിരുന്നതല്ല, അവരൊക്കെ നല്ല വാങ്ങുന്നുണ്ട് എന്ന നിലയ്ക്ക് ഒരു പരാമർശമാണത്. ഇവർ മാത്രമല്ല, അവിടുത്തെ കോൺഗ്രസ് നേതാവും ഇപ്പോഴും BJP നേതാക്കളും എല്ലാവരും അടങ്ങുന്ന വലിയൊരു പൂര കമ്മിറ്റി ആണ് അത് പോയിട്ട് സമ്പാദിച്ചത്. അല്ല ഒരാളെ അതിന് രണ്ടുപേരെ മാത്രം CPM-മായി പ്രവർത്തിക്കുന്ന രണ്ടാളെ പേര് മാത്രം പറഞ്ഞ് ബാക്കിയുള്ള പേരെന്ന് കരുതി കൂട്ടി ഒഴിവാക്കിയിട്ടുകൊണ്ടാണ് ആ വോയിസ് ക്ലിപ്പ്. അല്ല വോയിസ് ക്ലിപ്പ് എൻ്റെ അല്ലാതെ നിഷേധിക്കാൻ ഞാൻ ചെയ്യാറില്ല. അത് അവർക്ക് ആവശ്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് ആ വോയിസ് ക്ലിപ്പ് ഇറക്കിയിട്ടുള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. ഈ രാഷ്ട്രീയമായി ഉണ്ടാക്കുക ഒരു അബദ്ധത്തിനാണ് വോയിസ് ക്ലിപ്പ് വന്നാൽ അത് രാഷ്ട്രീയമായി എങ്ങനെ ഉണ്ടാക്കാം. എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ആ വോയിസ് ക്ലിപ്പിലൂടെ ചെയർമാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ രാജിവെക്കാൻ ആവശ്യമായി എന്താണ് ചെയർമാൻ ചെയ്തതെന്നുള്ളത് പറയുന്നത്. ഞാൻ പറഞ്ഞ വോയിസ് ക്ലിപ്പ് എങ്ങനെ വ്യാഖ്യാനിച്ചു, എന്തെങ്കിലും സാമ്പത്തിക തീരുമാനിക്കാൻ ഞാൻ ആരെയും പോലീസ് അറിയിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും നഗരസഭയ്ക്ക് നഷ്ടം വരുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു ഔദ്യോഗിക കൃത്യവിലോപം നടത്തിയിട്ടുണ്ടോ? അത് വലിയൊരു ഇഷ്യൂ ആക്കി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ സമരം ചെയ്യാൻ അവകാശമുണ്ട്. ഒരു ആവശ്യം നീക്കുമ്പോൾ അത് എന്താണ് അതിന്റെ ബേസ് എന്ന് കൂടി പറയാം. അവർക്ക് പറയാം ഇന്ന കാരണങ്ങളാൽ എന്താ പരാമർശിച്ചപ്പെട്ട വാചകങ്ങൾ ആവേശിപ്പ് പ്രസിദ്ധീകരിച്ച വാചകത്തെ പോലും നിയമസംഹിതയ്ക്ക് ഒതുങ്ങാത്ത രീതിയിൽ ചെയർമാൻ പ്രവർത്തിച്ചു എന്ന് പറയാൻ എന്താണ് അതിൻ്റെ മനസ്സിലാകുന്നത്? സംഭാവന വാങ്ങുന്ന കാര്യത്തിലാണോ? നമുക്കും സംഭാവന വാങ്ങിക്കൂടെ എന്ന് എൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കുന്നതാണ്. സംഭാവന ഇല്ലാതെ പറഞ്ഞിട്ടുണ്ടോ? ഇത് ചില ആളുകൾക്ക് മാത്രം ഞങ്ങൾ സംഭാവന വാങ്ങാൻ പാടില്ല, അത് വാങ്ങാറില്ല. അത് വാങ്ങിക്കൂടെ, നമുക്ക് എല്ലാവരും വാങ്ങുന്നു, നമുക്കും സംഭാവന വാങ്ങിക്കൂടെ എന്ന് എൻ്റെ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചതാണ്. ഒരു തെറ്റായിട്ടുള്ളത്. അതാണ് ഞാൻ പരാമർശിച്ചത്. പരാമർശത്തിൽ അത് നമ്മൾ മാത്രം വാങ്ങാതിരിക്കുന്നു അല്ല പറഞ്ഞത്. നമ്മൾ മാത്രം വാങ്ങാതിരിക്കും, ബാക്കിയുള്ളവർ മുഴുവൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉത്സവ കമ്മിറ്റികളും ക്ഷേത്ര കമ്മിറ്റികളും പള്ളി കമ്മിറ്റികളും ഒക്കെ തന്നെ അവരാവശ്യങ്ങൾ കുട്ടികളെ സംഭാവന വാങ്ങുന്നുണ്ട്. അതുപോലെ നമുക്കും വാങ്ങുന്നതിന് തെറ്റില്ല എന്നുള്ള ഉദ്ദേശം എൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവെക്കുക എന്നതാണ് ഞാൻ കൃത്യവിലോപം എന്ന നിലയ്ക്ക് എനിക്കിതിലൂടെ ആരോപണമായി ഉന്നയിക്കുന്നത്. അത് ശരിയല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ച ആ വോയിസിനും ഞാൻ കേട്ടപ്പോൾ അത്ര ഒരു എന്തെങ്കിലും പറ്റാത്ത എന്തെങ്കിലും നമുക്ക് പറഞ്ഞ് കൈക്കൂലിവാങ്ങല്ല പറഞ്ഞത്. സംഭാവന നമ്മൾ മാത്രം സംഭാവന വാങ്ങുന്നില്ല, നമ്മൾ സംഭാവന വാങ്ങി നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചില്ല. അത് പറയേണ്ട കാരണം പാർട്ടി ഒരു ഓരിൽ നിന്നും ഒരു സംഭാവനയും വാങ്ങണ്ട എന്ന് തീരുമാനിച്ച് വാങ്ങാതിരിക്കുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ അംഗത്തിലേക്ക് ആ കമ്മിറ്റിയുടെ എന്തൊരു അംഗത്തോട് ചോദിച്ചു നമ്മൾ മാത്രം ഈ നിലപാടിന് പോകുന്നില്ല, എല്ലാവരും അവിടെ സംഭാവന വാങ്ങുന്നുണ്ട് എന്ന അർത്ഥം മാത്രമേ ഞാൻ അയാളോട് പങ്കുവെച്ചതാണ്. ലീക്ക് അയച്ച പോലും അതിലൊരു ഇല്ല. അത് ക്രമവിരുദ്ധമാണ് അഭിപ്രായം. എനിക്കെന്റെ സംഭാവന വാങ്ങുന്നത് നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തന്നെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഇവിടെ സംഭാവന
വാങ്ങുന്ന പതിവുണ്ട്. ആ സംഭാവന വാങ്ങുന്നതിൽ തെറ്റില്ല എന്നാണ് ഒന്ന്. പിന്നിപ്പോ കോറിയുടെ പ്രവർത്തനത്തെ വ്യക്തിപരമായിട്ട് ഇതിന്റെ എല്ലാ കാലത്തും ഞാൻ എതിർത്തുണ്ട്. ഞാൻ കോറി വിരുദ്ധ സമിതിയുടെ നേതാവായിരുന്നു. നിരവധി കാലാവസ്ഥ സമരം ചെയ്തിട്ടുണ്ട്, കോടതിയിൽ കേസ് നടത്തിയിട്ടുണ്ട്. അന്ന് ഇവരൊക്കെ നിലപാടെന്തായിരുന്നു? അന്ന് ഇന്നുള്ള ഈ ഭരണസമിതി ഹൈക്കോടതിയിലുള്ള കേസ് വിധി വരുന്നതിന് മുമ്പ്, വിധിക്ക് വരുന്നതിന് മുമ്പായിട്ട് കോറിക്ക് അനുമതി കൊടുക്കാറുള്ളവർ. ആ കോറി വരുന്നതിന് എതിരായിരുന്നു എല്ലാവരും കോറി വിരുദ്ധ സമരമായി ഞങ്ങളൊക്കെ ഇടപെട്ട് പ്രവർത്തിച്ചതാണ്. അതിൽ കോടതിയിൽ പോയി നിരവധി കേസ് നടന്നു. 2 കേസ് ഞങ്ങൾക്ക് അനുകൂലമായി വിധിട്ടി. പിന്നെ പ്രവർത്തനം തുടങ്ങി. നഗരസഭാ ചെയർമാൻ എന്ന നിലയ്ക്ക് നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, അത് നിയമപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഹൈക്കോടതിയുടെ അനുമതിയോട് നിയമപരമായിട്ടാണ്. ഇപ്പൊ സമരസമിതി ചെയർമാനല്ല, അതിന്റെ നിലപാട് വെച്ച് മുന്നോട്ട് പോകുന്നു. അല്ലാതെ നഗരസഭാ ചെയർമാൻ നിയമത്തിന് അടിപൊട്ടാണ്. അല്ലാതെ അന്ന് ഞാൻ സമരസമിതി ചെയർമാനാണ്, സമരജീവികളൊക്കെ നഗരസഭാ ചെയർമാന്റെ പഠിക്കുന്നത്. അതിന്റെ പ്രവർത്തനം വേറാണ്. എന്നാൽ ഇപ്പോഴത്തെ കോരി തിരക്കിയത് അപ്പം എന്താ നിലപാട്? ഇപ്പൊ തിരങ്ങിയ KPM കോരി തിരങ്ങിയപ്പോ ഞങ്ങളന്ന് വരെ തീർത്തില്ലേ? അന്ന് എന്താ അവരുടെ നിലപാട്? ഈ കോരിയെ ഞങ്ങൾ തീർത്താണ്, കൗൺസിൽ തീർത്തു. അന്ന് ഈ കൗൺസിലർ എന്താ, അവിടുത്തെ കൗൺസിലർ എന്താ നിലപാടെടുത്ത്? ആ കോരി പാടുന്ന നിലപാടല്ലേ? അത് മാത്രം ഉണ്ടായി. അവിടെയുള്ള മല മുഴുവൻ ഇടനിലക്കാരായി കച്ചവടം ചെയ്ത് ഞങ്ങളാളുകളാണ്. അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാവല്ലേ മുഴുവൻ കച്ചവടക്കാരായി ഇടനിലക്കാരായി കോടികൾ ഇടപാട് നടത്തിയത്. അവിടെയുള്ള വീടുകൾ മുഴുവൻ കുടിയൊഴിപ്പിക്കാൻ ആരുണ്ടാക്കി, ആരൊക്കെ അന്വേഷിക്കും. എത്ര വീടുകളാണ് കുടിയൊഴിപ്പിച്ച അവിടുന്ന്? ആ വീടുകൾ കുടിയൊഴിപ്പിക്കാൻ ആരുണ്ടാക്കിയത്? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോ ചെയർമാനാണോ? ഞാൻ അവിടേക്ക് നടന്നുപോയിട്ടില്ല. ഇതൊക്കെ ചെയ്ത് കോടിക്കണക്കിന് രൂപയൊക്കെ സമ്പാദിച്ച് അവരൊക്കെ തന്നെ എഡിറ്റ് ചെയ്ത് മറ്റുള്ളവരെ തേജോധം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. നിങ്ങൾ അന്വേഷിച്ചാലാണ് അവിടേക്ക് 16 രൂപ കോറിക്ക് ഏക്കറക്കണക്കിന് സ്ഥലത്തും കൂടെ പുതിയ റോഡുണ്ടാക്കി അവർ വിലയെടുത്ത് വാങ്ങിയ സ്ഥലമാണ്. അപ്പൊ വാങ്ങിക്കൊടുക്കാൻ ഇടനിലക്കാരായിരുന്ന ആരാ? ഞങ്ങളെ അത് മുഴുവൻ വാങ്ങിക്കൊടുത്ത് ഈ യൂത്ത് കോൺഗ്രസ് നേതാവല്ലേ? അതിനൊരു ഭീമമായ കമ്മീഷൻ വാങ്ങിയവരല്ലേ? അത്തരം ആരോപണങ്ങളും ഞങ്ങളാരും ഉന്നയിക്കാൻ പോയിട്ടില്ല. കാരണം അത് കോറി നിയമപരമായി. അത് ഹൈക്കോടതിയിൽ പോയി പെർമിഷൻ കിട്ടി. ഇപ്പൊ റോഡ് 4 മീറ്റർ വീതിയിൽ 8 മീറ്റർ ആയിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭയിൽ പെർമിഷൻ ചെയ്ത് റോഡാണ് വീതി കൂട്ടുന്നതിന് നമുക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. റോഡാ വീതി. അപ്പൊ അതിന് വേണ്ടി വീടുകൾ കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളുള്ള കട, ഒരു കടന്നൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് കട വാങ്ങിയിട്ടുണ്ട്. കൂടാനുകൂടി രൂപയാണ് അവിടെ ചെലവഴിച്ചിട്ടുള്ളത്. അത് ഭൂമി വാങ്ങാൻ മാത്രം. ഇതിനൊക്കെ മലപ്പുറത്തുകാരല്ല അതിന്റെ ഇടനിലക്കാർ. അവിടുത്തെ ഇവരൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മധ്യസ്ഥയിലാണ് ഈ കച്ചവടം മുഴുവൻ നടന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മധ്യസ്ഥയിലാണ് അവിടെ ഈ കച്ചവടം മുഴുവൻ നടന്നത്. കോടിക്കണക്കിന് രൂപ കച്ചവടം നടന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിക്കാടന്മാല എന്ന് പറഞ്ഞ മലയുടെ വലിയൊരു ഭാഗം ഇൻഫ്രാഗ്രാൻഡ് എടുത്ത് പറഞ്ഞോളൂ എത്രയോ ഇരട്ടി 3 ഇരട്ടി ഭൂമി ഒരു വാങ്ങി വയ്ക്കും. അവിടെ ഈ അവരെ കോറിക്ക് 2 കിലോമീറ്റർ ഇപ്പുറത്തുനിന്നുള്ള സ്ഥലം മുഴുവൻ അവർ വാങ്ങി വയ്ക്കും. 2 കിലോമീറ്റർ ഇപ്പുറത്തുനിന്നുള്ള മുഴുവൻ സ്ഥലം, കൃഷിസ്ഥലവും എല്ലാം അവിടെ വീടുകളും ഒക്കെ അവർ വാങ്ങി വയ്ക്കും. ഞാൻ പറഞ്ഞു വന്ന് ഇതിനൊക്കെ ഇടനിലക്കാരായി നിൽക്കുകയും ഇതൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയും അവസാനം എന്റെ അടുത്ത് എന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിട്ടുള്ള പരിചയപ്പെടുന്നവരുടെ അബദ്ധം പറ്റിയത് സമ്മതിക്കുന്നില്ല. എനിക്കിപ്പോ അവര് അത്ര പ്രായതരം ചെറിയ അബദ്ധങ്ങളെ പറ്റാം. എന്റെ പിടിച്ചുകൊണ്ടിടക്ക് വന്നുപോയ ക്ലിപ്പാവാം. അത് ഉപയോഗിച്ചുകൊണ്ട് തേജോധം ചെയ്ത് രാജിവെക്കണം എന്ന് പറഞ്ഞതിനോട് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ലാത്തതിന്റെ പ്രശ്നം. ഞങ്ങളുടെ ഭരണസമിതിക്കെതിരെ എന്തോ ആരോപണം പറയണ്ടായിരുന്നു. ഞങ്ങളുടെ ഭരണസമിതിക്കെതിരെ ഇത്തരം വ്യക്തിപരമായ പരാമർശം ചോദിച്ചാൽ ഇവിടുത്തെ വികസനം ഒക്കെ കാണുമ്പോൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പുറത്തുകൊണ്ടിരുന്നവർക്ക് ബോധ്യമായപ്പോ അപ്പൊ എന്തുണ്ട് കിട്ടിയ ഒരു കച്ചിത്തുറുമ്പ് ഇത്രമാത്രം ചീപ്പാവരുത് രാഷ്ട്രീയക്കാരാണ് എനിക്ക്. അല്ലാതെ എന്ത് കാര്യം ഉണ്ടായാലും കൂടി കേട്ട അവസരം കേട്ടുകൾ പറയും ചെയർമാൻ എന്താണ് അവസരം തെറ്റായിട്ടുണ്ട്. അപ്പൊ സൗഹൃദ സംഭാഷണങ്ങളിൽ നിങ്ങൾ ഞാൻ സംസാരിക്കുന്നവരുടെ സംഭാഷണം നീക്കായി നന്നായിട്ട് പോരും. അതിൽ ആരെയും പറ്റിയിട്ടും മോശമായി പരാമർശമില്ല, ഒരു രാഷ്ട്രീയക്കാരനെ പറ്റി പരാമർശമില്ല. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്. രാഷ്ട്രീയക്കാർക്കും സമ്മാനം കൊടുത്തോളുന്നത് താല്പര്യമില്ല. പ്രാദേശികമായ കൂട്ടായ്മകൾ പ്രോത്സാഹിപ്പിക്കാൻ ഉത്സവ കമ്മിറ്റികൾക്കും ഒക്കെ കൊടുക്കും.
അതൊരു പുതിയ ബിസിനസ് തന്ത്ര. അവിടെ 50 കാണാൻ പറ്റി 50 കാണാൻ പറ്റിക്കും അവർ പൈസ കൊടുക്കും. അവർ ബിസിനസ്സാണെന്ന് പറഞ്ഞു അത് പിന്നെ രണ്ടും കണ്ടുപോകും. അത് നന്നായി നാട്ടിൽ പോകാനും അത്രേ ഞാനൊരു ഉദ്ദേശിച്ചുള്ളൂ. അതാണ് രാഷ്ട്രീയക്കാരെ വരില്ല എന്ന് പറഞ്ഞത്. രാഷ്ട്രീയക്കാർ ഒന്നും ഇടപെട്ടില്ലെങ്കിലും എല്ലാ രാഷ്ട്രീയക്കാരെ വിളിച്ചിട്ട് അവർക്ക് ഭയമുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ പരിമിതികളൊക്കെ ഹൈക്കോടതിയിലേക്ക് ഉത്തരവിച്ച് പ്രവർത്തിക്കുമ്പോൾ അതുകൊണ്ട് എനിക്ക് നിയമാനുസൃതം പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ആ പോലെയുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊക്കെ എതിർക്കാൻ മുനിസിപ്പൽ ഭരണതത്വം നമുക്ക് അത് അംഗീകരിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എന്തായാലും ഇത്തരം പരാമർശങ്ങൾ എൻ്റെ പൊതുജീവിതം ഇത്രയും കുറേ കാലമായി 40 വർഷക്കാലത്തധികം പൊതുരംഗത്ത് പ്രവർത്തിച്ച ആളാണ്. ജനപ്രതിനിധി നിലയ്ക്കും കഴിഞ്ഞ 25 വർഷം മുമ്പ് നമുക്ക് ജനപ്രതിനിധികൾ എന്താണെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്നതാണ്. ഇതിപ്പോൾ CPM ഫണ്ട് പിരിക്കാറുണ്ട്. CPM ഫണ്ട് പിരിച്ചാൽ കാണാറുണ്ട്. ഞങ്ങളൊരു രൂപ ഫണ്ട് പിരിച്ചാൽ അതിന് കൃത്യമായി കണക്കുണ്ട്, കൈയുണ്ട്, ഒരു സ്ഥാപനമുണ്ട്. അല്ലാതെ യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിച്ച് തലേന് മുമ്പിട്ട് നടക്കുന്ന ഗതികളൊന്നും ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായില്ല. യൂത്ത് കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ടാവാം, ചിലപ്പോൾ ലീഗിനുണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ വയനാടിൻ്റെ ഫണ്ട് പിരിച്ച് ഭൂമി വാങ്ങിയ കച്ചവടമൊക്കെ ഉണ്ടല്ലോ. വയനാട് ഫണ്ട് പിരിച്ച് ഭൂമി വാങ്ങിയിട്ട് കേൾക്കുന്നുണ്ടോ? മാങ്കൂട്ടത്തിൽ ഫണ്ട് പിരിച്ചതിനെ അടുത്തോണ്ട് കേൾക്കുന്നുണ്ടല്ലോ. എന്നാൽ CPM അങ്ങനെ ഗതികളൊന്നും ഒരു കാലത്തും ഉണ്ടായില്ല. ഫണ്ട് പിരിച്ചിട്ടുണ്ട്. അത് കൃത്യമായി എന്തിനു വേണ്ടി പിരിച്ചോ ആ ഉദ്ദേശം നിറവേറ്റി അത് ഇതുമായി കൂട്ടിക്കിടക്കേണ്ട എന്നാണ്. ആരാണ് യൂത്ത് കോൺഗ്രസ് നേതാവ്? ആരാണ് പറയാൻ കഴിയും? സുബീഷ് ഞാൻ സുബീഷ് അല്ലേ? യൂത്ത് കോൺഗ്രസ് നേതാവാണ് സുബീഷ്. അതും കൗൺസിലറാണ് ഇപ്പോഴത്തെ കൗൺസിലർ പറഞ്ഞതായിരുന്നു. ഇതില് ചെയർമാൻ പറഞ്ഞു, അപ്പൊ ഈ ഇത്തരത്തിൽ ഈ കോറി ഉടമകളിൽ നിന്നും പൈസ വാങ്ങിക്കുന്നത് തെറ്റല്ല എന്നുള്ള നിലപാട് തന്നെയാണോ ചെയർമാനുള്ളത്? അല്ല, നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ളവർ സംഭാവന വാങ്ങുന്നത് പൈസ വാങ്ങുന്നതല്ല, സംഭാവന വാങ്ങുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായത്തില്ല. അതൊരു വ്യവസായ സ്ഥാപനമാണ്. അത് നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ സംഭാവന വാങ്ങുന്നത് എന്താ? സംഭാവന നിയമവിരുദ്ധമായ സ്ഥാപനം പ്രവർത്തിക്കാൻ അവിടെ പോയി സംഭാവന വാങ്ങുന്നത് ആ നിയമവിരുദ്ധ പ്രവർത്തനത്തെ പിന്തുണയ്ക്കാനാണ്. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ സംഭാവന വാങ്ങുന്നത് അതാണ് നിയമാനുസൃതത്തിന് സംഭവം. ഈ ഇൻഫ്രാഗ്രാമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്തും അവർക്ക് നിയമപരമായിട്ടുള്ള അടിത്തറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്നും നമ്മൾ പ്രതിഷേധമായിട്ട് ചെയർമാൻ മുന്നിൽ നിന്ന് ആ പ്രതിഷേധങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുകയുണ്ടായി. അപ്പം അന്നുണ്ടായിരുന്ന നിലപാടും ചെയർമാനായതിനു ശേഷമുള്ള നിലപാടും തമ്മിലുള്ള ഒരു വ്യത്യസ്തത അത് ശരിയാണോ? അത് സമരം അതിൻ്റെ സമരസമിതി എന്ന നിലയ്ക്ക് നിരവധിയായ സമരങ്ങൾ ഞാനും ഒരു ജനങ്ങളും പാർട്ടിയുടെ നടത്തി. അതിൻ്റെ നിയമപരമായി അതിനെ എതിർക്കാനുള്ള എല്ലാവിധ വശങ്ങളും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഭരണസമിതി ചെയർമാൻ നിലയ്ക്ക്, നഗരസഭാ ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ സമരസമിതി ചെയർമാനല്ല. ഇവിടെ നിയമപരമായ ഏത് വ്യവസായത്തെയും നിലനിർത്താൻ ആവശ്യമായി പിന്തുണ കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളാണ് ഭരണസമിതിയുടെ ചെയർമാൻ, നഗരസഭാ ചെയർമാൻ. രണ്ട് തൊഴിൽ വ്യത്യാസമുണ്ട്. നിലപാടുകൾ എന്നും അതിന്റെ സമരത്തിന് തല്ലാൻ ഞങ്ങൾ സമരത്തിന് തല്ലാൻ പോകും. ഇൻഫ്രാസിന്റെ വിഷയത്തിൽ ഞങ്ങൾ അതിന് സമരരംഗത്ത് തല്ലാൻ പോകും. ആ സമരരംഗത്ത് ഞാനല്ല, അതിന് ഒരു കേസും നിലവില്ല, ഒരു സമരം അതിനകത്ത് അവിടെയുള്ള ആളുകൾക്ക് തന്നെ അതിന് പലയിടത്തും പല സമരങ്ങളിൽ പരാജയപ്പെടുമ്പോൾ നിരാശ കൊണ്ട് പിന്മാറാം. അതോ നിയമം മുഴുവൻ എടുക്കാൻ ഉപയോഗിക്കുക കൂടുതൽ അല്ല, വ്യക്തിപരമായിട്ടാണ് ചോദിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഞാൻ വീട്ടിക്കടമല കൊടുക്കുന്നതിനെതിരാണ്. നിർത്തുന്നില്ല, വീട്ടിക്കടമലയുടെ കോഴിയുടെ പ്രവർത്തനമൊക്കെ ഞാൻ എതിരാണ്. ഞാൻ അവരുടെ ആരോടും അടുപ്പ് സൂക്ഷിക്കാൻ പോകാറില്ല. ആരോടും അല്ല, ചെയർമാന്റെ ഇതില് അങ്ങനെ ഫണ്ട് വാങ്ങിച്ചിട്ടൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഞാൻ ചെയർമാൻ ചെയർമാനല്ല, കാരണം CPM ഇന്നത്തെ എന്റെ ലോക്കൽ കമ്മിറ്റി രൂപ അത് മറ്റേത് കമ്മിറ്റി സംഭാവന കൊടുത്തെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ കമ്മിറ്റി അവരിൽ ഒരു സംഭാവന 2 കൂട്ടർക്ക് ഒരു സംഭാവന ചെയ്തതാണ്. ദേശാമാനി പത്രം പോലും അവിടെ ചേർത്തില്ല. ഒരു 5 ലക്ഷത്തിന്റെ കണക്ക് പറയുന്നുണ്ട്. അപ്പൊ ആര് വാങ്ങിയെന്ന് പറഞ്ഞു
അതിൽ ഏതോ കമ്മിറ്റി വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ അതാണ് പറഞ്ഞ സുരേഷും ഈ ദാസനും സന്തോഷും പ്രജീഷും ഒക്കെ അടങ്ങുന്ന അവിടുത്തെ തെക്കുകൂരി പൂരാഘോഷ കമ്മിറ്റി ഒരു വലിയ 15 ആന ഏൽപ്പിച്ച് ഭയങ്കര സംഭാവന വാങ്ങിയെന്ന് പറഞ്ഞേ കേരളം പറഞ്ഞത്. ഈ സന്തോഷും ദാസനും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്. സന്തോഷും ദാസനും മാത്രമല്ല വാങ്ങിയത്, സന്തോഷും ദാസനും മാത്രമല്ല പോയത്. ആ പൂര കമ്മിറ്റിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ ഏരിയ കമ്മിറ്റി മെമ്പർമാരൊക്കെ അടങ്ങുന്നതിനാണ് പൂര കമ്മിറ്റിയോട്. തൂത പൂര കമ്മിറ്റിയിൽ ഞങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പലരോടും സംഭാവന വാങ്ങിയില്ല. അതിന് ജയമാഷുണ്ട്, മനോജ് മാഷുണ്ട്. ഞങ്ങളവിടെ പൂര കമ്മിറ്റിയോട് രാഷ്ട്രീയമായി സംഘടിപ്പിച്ചതല്ല. ഒരു പൂര കമ്മിറ്റി രാഷ്ട്രീയമായി സംഘടിപ്പിച്ച പൂര കമ്മിറ്റിയോട് എവിടെ ഇല്ല, ചെപ്പശ്ശേരി മുനിസിപ്പാലിറ്റി ഇല്ല. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടിയിട്ടാണ് ഓരോ കാലം തോന്നുന്നത്. അതിൽ സന്തോഷം ഒക്കെ അതിന് ഭാഗമാകാൻ പറ്റില്ല. എല്ലാവരും ഒറ്റയ്ക്കുള്ള പേര് ഞാൻ വോയിസ് പറഞ്ഞത് സന്തോഷം ഇവർ പോയി വാങ്ങിയല്ല വോയിസ് പറഞ്ഞത്. അത് അവിടെ എഡിറ്റ് ചെയ്യപ്പെട്ടു. ആരൊക്കെ പോയത് ആ വോയിസ് പറഞ്ഞത് ഓഡിയോ ക്ലിപ്പ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് എഡിറ്റിംഗ് നടന്നിട്ടുണ്ടോ? ഇത് നിയമപരമായിട്ട് ചെയർമാൻ മുന്നോട്ട് പോകുന്നുണ്ടോ? അല്ല, എന്റെ സൗണ്ടാണ്. അല്ല, അതല്ല, എഡിറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു തെറ്റാണ്. അല്ല, അങ്ങനെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള എന്റെ സൗണ്ടാണ് വന്നാണ് എനിക്ക്. ഞാനൊരു തീരുമാനമായിട്ടൊന്നും പോയിട്ടില്ല. ഇനി എന്താ എന്റെ പാർട്ടിക്കാരെ വെച്ച് അതില് ചെയർമാൻ ആദ്യം മുതൽ അവസാനം വരെ, അതായത് വയനാടും ഇതൊക്കെ വോട്ട് ചെയ്യുന്നത് വരെ ചെയർമാന്റെ നിഷാദാവസ്ഥ പറഞ്ഞു. അതായത് എന്റെ പരിചയക്കുറവ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. അതിലും ഒരു രാഷ്ട്രീയത ഉണ്ട്. അതായത് മറ്റുള്ളവരൊക്കെ അങ്ങനെ, അതായത് വയനാട് ഭൂമി ലീഗ് അല്ല, അതല്ല ഞാൻ പറഞ്ഞു. ഞാനതല്ല പറഞ്ഞു. സിപിഎമ്മിന് ഫണ്ട് പിടിക്കാൻ ഈ നഗരസഭയിൽ ഉപയോഗിക്കേണ്ട കാര്യം. ചെയർമാൻ അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. ചെയർമാന്റെ പത്രസമ്മേളനത്തിന്റെ ലാസ്റ്റ് ഭാഗമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവുണ്ട്. അങ്ങനെ ആദ്യം മുതലേ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ആരോപണം വന്ന് വയനാട് ഫണ്ട് കളക്ഷൻ, വയനാട് ഭൂമിയൊക്കെ പറഞ്ഞപ്പോ അതിലേക്ക് ഒരു രാഷ്ട്രീയം. അതാണ് ഇതിലും സംഭവിക്കുന്നത്. രാഷ്ട്രീയമായിട്ടാണോ ചെയർമാൻ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് ഈ വയനാട് പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത്. അതാണ് അപ്പൊ രാഷ്ട്രീയമായിട്ടാണോ പറയുന്നത്? CPM ഫണ്ട് പിരിച്ചാൽ ആവശ്യം ഉപയോഗിക്കുക. CPM ഫണ്ട് പിരിക്കാൻ ഇത്ര അത് കണക്കുണ്ടാവുന്ന പറഞ്ഞ അത് അല്ലാതെ മറ്റുള്ള ഫണ്ട് വെച്ചിട്ട് എന്താ തുടങ്ങാനുള്ള കാരണം? ഈ ഒരു പിന്നെ കോൺഗ്രസിലൊക്കെ സമരസമ്മതമായി വരാനുള്ള കാരണം എന്താ? നിങ്ങൾ ഈ പിന്നെ ലീക്കായതിന്റെ പേരിൽ ലീക്കിൽ എന്താണ് ഇത്രമാത്രം പ്രശ്നം മനസ്സിലാവില്ല. ഞാൻ ലീക്കായ വാചകങ്ങളിൽ എന്താണ് ഇത്രമാത്രം പ്രശ്നം മനസ്സിലായില്ല. ആ ലീക്കായ അങ്ങനെ വിഷയം പറഞ്ഞല്ലോ. എന്റെ ഒരു വോയിസ് ക്ലിപ്പ് ലീക്കായതാണ് വിഷയം. ഞാൻ സഹായാവസ്ഥ എന്റെ പോയതാണ്. ഞാൻ നിഷേധിച്ചിട്ട് എന്റെ ഫോണിൽ നിന്ന് പോയതാണ്. നിഷേധിക്കുന്നില്ല. പക്ഷെ അത് എന്ത് രാജ്യദ്രോഹമാണുള്ള വയസ്സുള്ളതെന്ന് വെച്ചാൽ സംഭാവന വാങ്ങാം. ഞാൻ സംഭാവന ചോദിച്ചു. നമ്മൾ വാങ്ങാതിരിക്കണില്ല എന്ന് ചോദിച്ചു എന്നാണ് കരുത്. ഇത് സംഭാവന അല്ലേ? ഇത് ചെയർമാന് വേറൊരു സുഹൃത്തുമായി നടത്തിയ ഫോൺ സംഭാഷണമാണോ അതോ നടന്ന് സംസാരിക്കാം? ആ നടന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അറിയാതെ റെക്കോർഡായതാണ്. അത് ഇങ്ങനെ ഫോൺ വിളിച്ചു വരുമ്പോ ഫോണായിരുന്നു ഇങ്ങനെ ഫോൺ വിളിച്ച് നടക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഫോൺ വിളിക്കരുത്. ഞാൻ ഇങ്ങനെ ഫോൺ വിളിച്ച് നടക്കുന്നുണ്ട്. വിശ്വസിച്ചോണ്ട് അതിൽ ഇത് വാട്സപ്പ് ഓഫാക്കാതെ ഇത് ഞങ്ങൾ 50 മീറ്റർ നടന്നില്ല. എന്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. കാർ കയറിയപ്പോഴേക്ക് തീർക്കാടായിരുന്നു. അത് കണ്ടു. ഒരാളിനെ വിളിച്ചു. ഇവിടെ ഫോണിനാൽ വോയിസ് കൊണ്ടു വന്നു. 2 മിനിറ്റ് കൊടുത്തില്ല. ആ 2 മിനിറ്റുള്ളത് ഡിലീറ്റ് ചെയ്തു. 2 മിനിറ്റ് കൊണ്ട് ഡിലീറ്റ് ചെയ്തു. അപ്പോഴേക്ക് ഇത് ഷെയർ ചെയ്യപ്പെട്ടു. ചില ഫോണിൽ പോയില്ല. അതായത് അബദ്ധമൊന്നും പറഞ്ഞില്ല. സംഭാഷണമാണ്. പിന്നെ രാജിവെക്കണം എന്നാണ് പറയുന്നത്. അതാവും ഇന്നലെ രാജിവെക്കാനുള്ള ബേസ്. രാജിവെക്കാനുള്ള ചാർജ് എന്ത്? എന്താണ് രാജിവെക്കാൻ ചാർജ്? അത് വ്യക്തമാക്കിത്തരണല്ലോ. നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് ചെയർമാൻ രാജിവെക്കേണ്ട ചാർജ്? ആ വോയിസ് ക്ലിപ്പുമായി ബന്ധപ്പെട്ടു എന്താണ് ഞാനായിട്ട് പറഞ്ഞത്? രാജ്യദ്രോഹമായിട്ട് നീ പറഞ്ഞോ? എന്തെങ്കിലും മുനിസിപ്പൽ എൻ്റെ അസറ്റ് കുറിച്ച് എന്തെങ്കിലുണ്ടോ? ആ വോയിസ് ക്ലിപ്പുമായി ബന്ധപ്പെട്ടു ചെയർമാൻ രാജിവെക്കണമെന്ന് പറയാൻ എന്തെങ്കിലും കാരണമാണല്ലോ. പൂര കമ്മിറ്റിക്കാർക്ക് കോൽക്കാർ പൈസ കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞാണ്. ആണോ? കമ്മിറ്റിക്കാർ പൈസ എത്ര വാങ്ങിയത്? അവിടെ ആരാ വാങ്ങാത്തത്?
കരിക്കൽ കോരി അതോ ഒരു തിറങ്ങിയിൽ ഇന്നലെ തന്നെ ഉദ്ഘാടനം വെട്ടേലൂർ ഇല്ല, ഇന്നലെ ഉദ്ഘാടനമായിരുന്നു. ആ ഉദ്ഘാടനത്തെ എന്നെ ക്ഷണിക്കാൻ വന്നതിന്റെ കാര്യം ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞാണ്. എന്നെ ഇന്നലെ പിന്നാതെ 5 മണിക്ക് ഓഫീസിൽ ഇറങ്ങി പുറത്തെത്തി നിങ്ങളെ കാണാൻ വരുന്നുണ്ടായിരുന്നു. എന്നെ കാണാൻ വന്നിട്ട് ക്ഷണിച്ചു. അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് സംശയം